ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാട്ടോ. എങ്ങോട്ട് പോണെന്ന് പറഞ്ഞോടത്തെ എൻ്റെ വീട്ടിലോട്ട്. നല്ല മഴക്കാലത്താണ് പോകണം. മഴക്കാലത്ത് ഇത് വരുമ്പോൾ പോയിട്ടില്ല. ഇല്ല, ആദ്യമായിട്ടാണ് മഴക്കാലത്ത് പോകുന്നത്. നല്ല അടിപൊളി യാത്ര ആയിക്കോളൂ. അവിടെ മഴയുണ്ടോ? വിളിച്ചു പറഞ്ഞു. അവിടെ മഴയുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ, അതുകൊണ്ടാണ് പോണത്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെടുക്കാൻ മറന്നു പോയി. മാമിച്ച് ഇറങ്ങി വാ. ശരി, ഇറങ്ങി വാ. ഇതേ അമ്മച്ചി ഇന്നലെ ഉണ്ടാക്കിയ അവലാണ് കേട്ടാ. അപ്പൊ അവലുമായിട്ടാ പോണത്. അവല് അമ്മച്ചി പറഞ്ഞല്ല ഇങ്ങനെ ഒരു പാത്രം കൊടുത്തിട്ടുണ്ടെന്ന്. ഉണ്ടാക്കണ മുമ്പ് ഈ പാത്രം കൊടുത്ത് താരേക്ക് കൊടുത്ത്. എന്താ അമ്മച്ചി വിഷമം ഉണ്ടോ പോണേല്? വിഷമുണ്ട്. എന്താ പറയാനുള്ള? എനിക്ക് ദൈവം കാവലുണ്ടാവും, ദൈവ സംരക്ഷണം കാവല് പരിപാടിയായിരിക്കണേ. ഇവിടെ ഈ യാത്രയിൽ ദൈവം കാവലുണ്ടാവും, മുമ്പിലും മുമ്പിലും കൂട്ടുണ്ടാവും. പിന്നെന്താ അമ്മച്ചി പോയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇന്നലെ നിന്ന് വർദ്ധത്തുണ്ടായി. അമ്മമ്മയുടെ ആണ്ടിന് പൈസ കൊടുക്കണം കുർബാനക്ക്. പൈസ കുർബാന എടുക്കാൻ നേരത്തെ ബുക്ക് ചെയ്യണം. എത്ര രൂപയാണ്? 500 രൂപ. നിങ്ങൾക്ക് അറിയില്ല എടുക്കാനാണ്. 500 രൂപ കാശ് വയ്ക്കാറില്ലല്ലോ അങ്ങനെ. താര 2 ദിവസമൊക്കെ ഇല്ലാത്ത അമ്മച്ചിക്ക് ബുദ്ധിമുട്ടാണോ? പിന്നെ ഈ യാത്ര വല്ലപ്പോഴും വീട്ടിൽ പോവാണെങ്കിൽ ഞാൻ തന്ന കൊയിനും കാതും കുത്തണം. അതാണ് ആവശ്യം. നിങ്ങൾ രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി, അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാട്ടോ. ഓക്കെ, നല്ല ശരിയാണല്ലോ. പോയിട്ട് വരാം. അപ്പൊ വിളിക്കോട്ടെ അമ്മച്ചി. ചെന്നിട്ട് വിളിക്കാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങുന്ന ടൈം ഇപ്പൊ അല്ലേ 2:10 ഭക്ഷണം കഴിച്ചിട്ടാണ് പോണത് അല്ലേ? അപ്പൊ അവല് ഞാൻ പിടിക്കാം. അപ്പൊ ഈ ബാഗ് ആര് പിടിക്കും? ഞാൻ പിടിച്ചോളാം. ബാഗ് ഞാൻ എടുക്കും. പോയിട്ട് വരട്ടെ അമ്മച്ചോ. ഇറങ്ങിക്കോ. ചായ കുടിക്കണ്ടേ? പോയിട്ട് വരാം. യാത്ര ഇവിടെ വല്ലതും വീട് വെക്കാൻ പറ്റാൻ. എന്ത് ഇവിടെ വല്ലതും വീട് വെക്കാൻ പറ്റാൻ. ഇവിടെ അടുത്തോളം വീട് വെക്കാൻ പറ്റണം. ഇവിടെ അടുത്ത് വീട് വെക്കാൻ പോവല്ലേ? താരെ കാണാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാ. ശരി, പോയിട്ട് വരട്ടെ. ടാറ്റാ. ഇറങ്ങണ്ട ഇറങ്ങണ്ട, തീറ്റി വീഴും. വീടില്ല, വീട് വെച്ച് വേണ്ട. മഴ പെയ്ത് കഴിഞ്ഞാൽ വീടിന്റെ അവസ്ഥ ഇതാണ്. മഴ തുമ്പുവാ. വെയിലും മഴയുണ്ടോ കുറുക്കന്റെ? ഇവിടെ നിന്നാ മതി. വെയിലും മഴയുള്ളപ്പോ എന്താ പറയണ? കുറുക്കന്റെ കല്യാണം. അവിടെ ആ തെന്നി വീടല്ലേ? അമ്മച്ചി വരുന്നുണ്ടാ? എന്താ ഒരു വിഷമം? വിഷമിപ്പിക്കാതെ ചേട്ടാ പറഞ്ഞു പറഞ്ഞിട്ട്. പോയിട്ട് വരൂലേ? 2 ദിവസം കഴിഞ്ഞ് വരും കേട്ടാ. 2 ദിവസം. അമ്മച്ചിക്ക് ഏറ്റവും വലിയ കൂട്ടാണ് താര. ഇത് സൈഡിൽ വെച്ചാ പോരെ? കേറിക്കോ. ഈ ചെറിയ ബാഗ് അങ്ങോട്ട് വെച്ചോ. അങ്ങനത്തെ മറന്നുപോയി അമ്മച്ചിക്ക് കൊടുക്കാണ്ട്. ഇത് ഞാനേ ഇപ്പൊ വന്നപ്പോ മേടിച്ചതാ. വണ്ടിയിൽ വെച്ച് മറന്നുപോയി. സവാളപ്പൊരിയ അമ്മച്ചി. സവാളപ്പൊരിയും പത്തിരിയും ഉണ്ട്. ഒന്നും കൊടുത്തോ? അവിടെ ഇരുന്നില്ല. എവിടെ? ഞാൻ കൊടുക്കാം. ഇപ്പൊ ഉണ്ടാക്കണ മേടിച്ചതാ. മറന്നുപോയി കാറിൽ വെച്ച്. സവാള കൂടെ മതിയാ? അത് തന്നെ ഉള്ളത്. എടുത്തോ. സവാളോടെ കൂടുതൽ. ഒന്ന് കയറി അങ്ങോട്ട് നീങ്ങിയിരുന്നോ? പോയിക്കോട്ടെ അമ്മച്ചി. വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അത് പറയാൻ പറ്റൂല. എന്താ പറഞ്ഞത്?
അത് പബ്ലിക്ക് പറയാൻ പറ്റില്ല അല്ലേ കാര്യം പറ. ഇല്ല അതിപ്പോ അറിയാല എന്റെ അടുത്ത് അമ്മച്ചി പറഞ്ഞിട്ടുണ്ടോ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അത് രഹസ്യമായി രഹസ്യമായ പരിചയമാണോ? അതെ രഹസ്യമായി നോക്കിയേ കേട്ടാ ചെന്നിട്ട് വിളിക്കാട്ടോ. ആ ശരി. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങിയാലോ? തുടങ്ങാം. ഈ ഫ്രൂട്ടി എവിടെ നിന്ന് കിട്ടി? വണ്ടിന്ന് കിട്ടിയതാ. ആ കുഴപ്പമില്ല. സവാള വട കഴിച്ചപ്പോഴേ ഇന്നലെ ഉദ്ഘാടനം ചെയ്യാൻ പോയ കാലത്തേ ആ അവിടെ നിന്ന് കിട്ടിയതാ. കുഴപ്പമില്ല, പഴക്കമില്ലാത്തതാ, മേടിക്കണ്ട. ഞാൻ കുടിക്കാം. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടല്ലോ, ആരാണത്? അതെ, മമ്മിയുടെ ആങ്ങള ബ്രദർ വരുന്നു, പൊന്നൂസിന്റെ പപ്പ. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. വിനയ് പപ്പ. വിനയ് പപ്പ എറണാകുളത്തുണ്ട് കേട്ടോ. അപ്പോൾ വിനയ് പപ്പനോട്ട് ഞാൻ പോണത്. അപ്പോൾ ജിബിൻ നാളെ പരിപാടി ഉണ്ടല്ലേ ജിബിന്? ജിബിൻ 2 ദിവസം ലീവാ. പിന്നെ നമ്മ അടൂരേക്കുള്ള യാത്രയിലെ വിശേഷങ്ങളാണ് കേട്ടോ. അതെ, നമുക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കണ്ടേ? വാങ്ങണം. പൊന്നൂസൊക്കെ അവിടെ ഉള്ളതല്ലേ, പിള്ളേരും അല്ലേ? കുട്ടിപ്പട്ടാളൊക്കെ ഉള്ളതാ. അപ്പോൾ കുറച്ച് സ്നാക്സും മിഠായിയൊക്കെ മേടിച്ചിട്ട് പോവാം. അടൂർ പോകുമ്പോഴൊക്കെ ഞങ്ങൾ തോപ്പുംപൊടിയിലെ ഈ ഷോപ്പിൽ നിന്നാണ് മേടിക്കണത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കറി സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇവിടുന്ന് മേടിക്കുന്ന എല്ലാ സാധനത്തിനും. പിന്നെ ഇവിടുന്ന് ഉണ്ടാക്കുന്ന സാധനമുണ്ട്, അല്ലാതെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. അതിവിടെ ബിസ്ക്കറ്റൊന്നും ഇവിടെ ഉണ്ടാക്കണമല്ല കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവമൊക്കെ എല്ലായിടത്തും മേടിക്കാൻ കിട്ടും. ഇപ്പം ഇത്രയും ടേസ്റ്റിൽ കിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ മേക്ക് ചെയ്യണതുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് മേടിക്കണത്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ സ്ഥിരം കയറുന്ന വേറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കയറിയും മേടിക്കുന്ന സാധനങ്ങൾ. വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അമ്മച്ചിയും തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവലും പിന്നെ അമ്മച്ചിയായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ നേരെ പോകുന്നത് അടൂരേക്കല്ല, ആദ്യം പോകുന്നത് എറണാകുളത്തേക്ക്. എറണാകുളത്ത് നിന്ന് ഒരാളെ പിക്ക് ചെയ്യണം. നമ്മൾ പൊന്നൂസിൻ്റെ പപ്പ വിനയ് പപ്പനെ വിളിക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ തോപ്പുംപടി പാലം എത്തിയിട്ടുള്ള കേട്ടോ. നേരെ പോണത് നമ്മൾ എറണാകുളത്തേക്കാണ്. അപ്പോൾ ട്രെയിനിൽ വന്ന് ഇറങ്ങും, അവിടെ നിന്ന് വേണം പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ അങ്ങ് സൗത്തിലേക്കാണ് പോകണം. അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തിയേട്ടാ. അപ്പോൾ വിനയ് പപ്പ തന്നെ വേണ്ട, അതാണ് വിനയ് പപ്പ. നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ വിനയ് പപ്പയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം കേട്ടോ. അപ്പോൾ വിനയ് പപ്പ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ കയറിയതാണ് ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ നേരെ പോണത് നല്ല സൂപ്പർ ബിരിയാണി കിട്ടുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. വയറ്റിലേക്ക് അടുത്തുള്ള MBR ഹോട്ടലിലേക്കാണ് പോകണം. നല്ല സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടാ. അപ്പോൾ ഞങ്ങൾ കഴിച്ചാറുണ്ട്, ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നില്ല കേട്ടോ. വിശപ്പുണ്ടെങ്കിൽ കഴിച്ചാൽ. ഇപ്പോൾ ഞങ്ങൾ അടിപൊളി അമ്മച്ചി ഉണ്ടാക്കിയ ചോറും മീൻകറിയൊക്കെ കൂട്ടി നല്ല ഫുഡ് അടിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് കഴിക്കാത്തത്. ഇപ്പോൾ സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ ആളിന്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണല്ലോ, ട്രെയിനിൽ തന്നെയായിരുന്നു. താരനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ബിരിയാണി മേടിക്കട്ടെ എന്ന്. അപ്പോൾ താര പറഞ്ഞ് ഇപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ, പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടൂർ പോകാൻ നേരത്ത് 1-2 കടയിൽ കയറി ചായ കുടിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥിരം കയറുന്ന 2-3 കടകളുണ്ട്. അപ്പോൾ ഇനിയും കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഫ്രഷ് ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ലൈം കഴിക്കണം കേട്ടോ. അടിപൊളി. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇന്ന് മഴ തോരാത്ത മഴയായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അടൂരേക്കുള്ള യാത്രയാണ്. കൊച്ചി വഴിയാണ് പോണത്. തീരദേശ റോഡ് വഴിയാണ് ഇവിടെ. കണ്ണമാലി, ചെല്ലാനം, അർത്തിങ്കൽ, നമ്മുടെ ആലപ്പുഴ പാലത്തിൻ്റെ മേലിൽ പോയി പെടും കേട്ടോ. താരം ഉറക്കമായിട്ടാ. അപ്പോഴേ ഞങ്ങള് ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ പാലം കയറുക കേട്ടോ. ഇപ്പോൾ അന്നേരം വീട്ടിലൂടെ വിളിക്കാട്ടെ. വീട്ടിലേക്ക് വിളിക്കാമോ? ആ വിളിക്കാം. വിളിച്ചോ. സ്പീക്കർ ഫോൺ ഇട്. ആ ആരെ വിളിക്കണ? പപ്പായ വിളിക്കാം. അടിക്കുന്നുണ്ടോ? സ്പീക്കർ ഫോൺ ഇട്. സ്പീക്കറില. ഹലോ സൗണ്ട് കൂട്ട്. ഹലോ പപ്പ, ഞങ്ങളെ ആലപ്പുഴ ആയി. ആലപ്പുഴ ബ്രിഡ്ജിന്റെ ഒക്കെ അടുത്തായി. അവിടെ മഴയുണ്ടോ? ഇപ്പൊ മഴയില്ല, മഴയുണ്ടായിരുന്നു. നല്ല മഴയാണോ? നല്ല മഴയായിരുന്നു. അടുത്ത മഴ വരുന്നു. എന്തെടുക്കും എല്ലാരും? ഞങ്ങള് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക. ആരൊക്കെയുണ്ട്? ഞാനും മമ്മിയേ ഉള്ളൂ. ആ പിന്നെ പൊന്നൂസ് വന്നോ? വീട്ടില് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ആ പുറത്ത് പിന്നെ സച്ചു ഒക്കെ അവിടെ ഇപ്പോൾ.
കളിക്കാൻ വന്നെയാണോ? ആ ആ വന്നോന്നൊക്കെ ചോദിച്ചായിരുന്നല്ലോ. ആണോ? ആ പൊന്നൂസ് വന്നത്. പിന്നെ പൊന്നൂസ് വന്നോ? പൊന്നൂസ് താഴെ ഇപ്പൊ ഉണ്ട്. ആഹാ. പൊടിയമ്മ അമ്മ അവിടെ ഉണ്ട്. ആ ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നു. വന്നോണ്ടിരിക്കുന്നു. ചായ കുടിച്ചോ? ഇല്ല മക്കളെ, ചായ കുടിച്ചില്ല. ആ ചോറ് കഴിച്ചോ? ഉച്ചക്ക് ചോറ് കഴിച്ചു. ചോറ് കഴിച്ചു. എന്തൊക്കെയായിരുന്നു കറികള്? കറികളൊന്നും പറയത്തില്ല, എല്ലാം ഇവിടെ വന്ന അല്ല പറയൂ, എന്തൊക്കെയുണ്ടെന്ന് പറയൂ. ഇവിടെ വന്നിട്ടേ നിങ്ങൾ പറയാം. സ്പെഷ്യൽ എന്താ? അതെ, എന്തോ ഞങ്ങള് സർപ്രൈസ് ആണോ? സർപ്രൈസ് ആണോ? ആ ഞങ്ങളെ ചിക്കൻ വാങ്ങിച്ചു പപ്പേ. വാങ്ങിച്ചോ? ആ ചിക്കൻ വാങ്ങിച്ചു, പിന്നെ കേക്ക് വാങ്ങിച്ചു ഇങ്ങോട്ട് വന്നപ്പോ. ചിക്കൻ എന്തിനാ വാങ്ങിച്ചത്? പിന്നെ നാളെ മേടിച്ചാൽ മതിയായിരുന്നല്ലോ. അത് കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്നപ്പോ മേടിച്ചു. ബേക്കറി ഐറ്റംസും വാങ്ങിച്ചു. അത് ശരി. ആ കളിക്കാൻ പോണേ. പിന്നെ നമ്മുടെ പ്രകാശിന് പിന്നെ ഫേവയില്ലേ, ഫേവയുടെ മോന്റെ കൂടെ അതാണ് ഇങ്ങനെ കാണിക്കുന്നത്, കൈ കിടത്തി ഇങ്ങനെ. പിന്നെ കാണാവുന്ന ബിസി ആയിരിക്കും അവള്. ആള് ബിസിയാ. നിങ്ങൾ വരുമ്പോ അപ്പൊ ശരി, ഞങ്ങൾ അവിടെ എത്തിയിട്ട് വിളിക്കാം. 8:30 ആവും വരാൻ. 8:30 ആവും. ആ ചായ കുടിക്കണോ? ഓക്കെ ശരി. ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല, കുടിക്കണം. നല്ല ഉറക്കോടുന്നതാരാ? ഒരു ഉറക്കം കഴിഞ്ഞു. അത് ഉറക്കം കഴിഞ്ഞോ? ഇവിടെ മഴ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ആ വിനീഷ് ഉറങ്ങിയോ? ഇല്ല, ഇവരുണ്ട് ഉറങ്ങിയില്ല, ഞാൻ ഉറങ്ങി. ശരി, ഓക്കെ. ശരി, ഓക്കെ വന്നിട്ട് കാണാം. ചായ കുടിച്ചാലോ? ചായ കുടിക്കാം. ചായ കുടിക്കാം. ടീ ബ്രേക്ക്. അടൂർ പോകുമ്പോൾ സ്ഥിരം കയറുന്ന ഹോട്ടലാണ്ട് ഇത്. ചങ്ങനാശ്ശേരി കഴിയുമ്പോഴാണിത്. അപ്പോൾ കയറിയേക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നൈറ്റ് ആംബിയൻസ് അടിപൊളിയാണ് ഇവിടെ. വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ ഇത്. അപ്പോൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടെ കൊത്തു പൊറോട്ട വെജാണ് കേട്ടോ. കൊത്തു പൊറോട്ട താരക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട്. ഒരു കൊത്തു പൊറോട്ട വെച്ചിട്ട് 3 കൂടി കഴിക്കണ സീനാണ്ട് കാണുന്നത്. എനിക്ക് വെജായതുകൊണ്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നോൺ വെജാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതുപോലത്തെ കൊത്തു പൊറോട്ട കഴിക്കണമെങ്കിൽ തട്ടുകടയിൽ നിന്ന് കഴിക്കണം. അത് നൈറ്റ് തട്ടുകടയിൽ നിന്ന് കഴിക്കുമ്പോൾ ഒട്ടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. നോൺ വെജാണ് കൂടുതൽ കഴിച്ചേക്കണത്. പുറത്ത് ഇപ്പോഴും നല്ല മഴയുണ്ടോ. കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പോകുന്തോറും മഴ കൂടിയാണ് വരുന്നത് കേട്ടോ, കുറയുന്നില്ല. അപ്പോൾ ഈ മഴയുടെ ആംബിയൻസിൽ ഇങ്ങനെ കൊത്തു പൊറോട്ടയും ചായ കുടിക്കാൻ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. ഇനി നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഇനി തിരുവല്ല, ചെങ്ങന്നൂർ, പന്തളം, അടൂര് ആ റൂട്ടാണ് പോണത്. അപ്പോൾ നേരെ ഞങ്ങൾ യാത്രയിലാണ് കേട്ടോ. ഇനി എത്തിയിട്ട് കാണിക്കാം അല്ലേ. കാറിലെ ബ്ലൂടൂത്തിൽ പാട്ടൊക്കെ വെച്ചാണ് പോണത്. അപ്പോൾ പാട്ട് കേട്ട് ഒരാൾ ഉറങ്ങിപ്പോയിട്ടാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ഥലത്ത് എത്തിയേട്ടാ. ഈ പ്രാവശ്യം മഴയുകൊണ്ട് ഇത്തിരി താമസിച്ച്. പൊന്നൂസ് ഇവിടെ കാത്തിരിക്കണമല്ല. ഇതിലെ പൊന്നൂസിനെ കണ്ട ഇതിലറ്റത്ത് ആ വീട്ടിൽ. ഇറങ്ങിക്കോ. എടുക്കാം നമുക്ക്. പൊന്നൂസേ ഓടി വാ. മഴയൊന്നുമില്ല. മൈക്ക് പിടിക്ക്, സംസാരിച്ചോ. എത്ര നേരം കാത്തിരിക്കണ? ഞാൻ കൊറേ നേരം കാത്തു നിൽക്കുക. കൊറേ നേരം. വിശക്കണ്ടാ? ഭക്ഷണം കഴിക്കണ്ടേ? താരച്ചേച്ചി നോക്കിയാ അവിടെ പോയി. ആ യാത്ര സുഖമായിരുന്നു. എത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പം ലഗേജൊക്കെ ഇറക്കിയിട്ടേ നമുക്ക് പോവാം. ഒന്നും പറയില്ലേ? ഒന്നും പറയില്ലേ? സിനിമ നടിനെ പോലെ കണ്ടല്ലോ. ഞാൻ അത്
അത് പേരയ്ക്കണ്ടോ? ഇതൊക്കെ ഇങ്ങനെ ലിപ്റ്റിക്കൊക്കെ ഇട്ട എവിടെ അപ്പാ നോക്കട്ടെ, കൊള്ളാലോ. എന്താ കൊണ്ടുപോകുന്നെ? അമ്മേ, എന്തുവാ? സാധനങ്ങളൊക്കെ ഇറക്കാം നമുക്ക് കേട്ടാ. അപ്പം പേരയ്ക്ക കൊച്ചിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കണ പേരക്ക. പേരയ്ക്ക കൊണ്ടുവന്നിട്ട് നാരങ്ങ മുട്ടായി. ഇതെന്താ? മുട്ടായി. ബിസ്ക്കറ്റ്. എല്ലാം കാണിക്കേണ്ടത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചത് നേരത്തെ മേടിച്ച സാധനങ്ങളാ. സ്പെഷ്യൽ സാധനം. ഇതാരുണ്ടാക്കിയെന്നറിയാമോ? ഒരു സ്പൂൺ കൊണ്ടുവരുമോ? ഞങ്ങളുടെ സ്വന്തം പേരയ്ക്ക. പേരക്കട അമ്മച്ചി അവൽ വിളയിച്ചത്. വാ അമ്മ ഒരു വിളറ്റത് പപ്പയും മമ്മിയൊക്കെ വാ. അമ്മച്ചി സ്പെഷ്യലായിട്ട് തന്നുവിട്ടതാ. എനിക്ക് വേണ്ട. എല്ലാം കണ്ടേ വീഡിയോ. അമ്മേ, ഇത്ര സാധനങ്ങളുണ്ട്. ഇതേ വണ്ടിയിൽ വെച്ച് AC ആണല്ല. ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയാൽ മതി. കുഞ്ഞു സാധിത്തിരി അയച്ചു നോക്ക്. സ്പൂൺ മതി. ടേസ്റ്റ് ഉണ്ടോ നോക്കിയേ, കഴിച്ചു നോക്കിയേ. ചോദിക്കണത് കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട് കുഞ്ഞുസേ? ആർക്കെങ്കിലും ഇത് വേണോ? പേരയ്ക്ക വേണോ? ഏ പേരയ്ക്ക വേണോ? കഴിച്ചു നോക്കി. പേരയ്ക്ക വേണോ? എങ്ങനെയുണ്ട് പെൺസവാ? എല്ലാ ക്യാമറ നോക്കി പറ. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പൊ നാളെ വേറെ വീഡിയോ ഉണ്ടാവും പറഞ്ഞ. നാളെ വേറെ വീഡിയോ ഉണ്ടാവും. അപ്പൊ അടിപൊളി. ഇങ്ങനെ ആണെങ്കിൽ